ആരാ അവിടെ? അയാൾ രോഷം കൊണ്ടു. കറുപ്പുസ്വാമിയെ കണ്ടതോടെ മേൽപ്പാടൻ ആനന്ദിൻ്റെ മുഖം പലതരം ചേഷ്ടകൾ കൊണ്ട് വികൃതമായി. പക്ഷേ ഉണ്ണീമ്മയുടെ യാചനസ്വരം ഒരശരീരി കണക്കെ അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അരുതേ എന്ന അപേക്ഷസ്വരം. ആനന്ദിൻ്റെ ദേഷ്യം തണുത്തു. കറുപ്പുസ്വാമി സൂക്ഷിച്ചു നോക്കി. അയാൾ ഞെട്ടി. കച്ചേരി മേൽപ്പാടനും ശങ്കരനും തമ്മിൽ എന്തു ബന്ധം? അല്പനേരം നമുക്ക് നിന്നോട് സംസാരിക്കണം. മേൽപ്പാടൻ്റെ സ്വരത്തിൽ ആജ്ഞയുടെ ധ്വനി കലർന്നിരുന്നു. അയാൾ മകൻ്റെ കരം ഗ്രഹിച്ച് തെക്കേ മുറ്റത്തുള്ള പടുകൂറ്റൻ പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. അതിൻ്റെ ശിഖരങ്ങളും ഇലകളും അവർക്കായി തണലേകി. മേൽപ്പാടൻ തുടർന്നു. നിന്റെ ഗതികെട്ട അച്ഛനാണ് ഞാൻ. ഞാൻ മൂലം നീ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും അറിഞ്ഞിരിക്കുന്നു. പക്ഷേ നിന്നെ എങ്ങനെ രക്ഷിക്കണമെന്നറിയാതെ ഉഴലുകയാണ് ഞാൻ. അമ്മയുടെ അനുഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടാവും. ഏവർക്കു മുൻപിലും നീ ഞാനാണെന്ന് കാട്ടിക്കൊടുക്കണം. നിനക്കൊപ്പം മന്ദാകിനി ഉണ്ടാവും. ധൈര്യമായി ജീവിക്കുക. അത്രയും പറഞ്ഞ ശേഷം ആനന്ദൻ നടന്നു നീങ്ങി. പിതാവെന്ന ആൾ മറയുവോളം ശങ്കരൻ നോക്കി നിന്നു. അയാൾക്ക് അത്ഭുതത്താൽ സ്വരങ്ങൾ പുറത്തേക്ക് വന്നില്ല. തൻ്റെ അനുഭവങ്ങൾ വ്യാജമല്ല എന്നയാൾ ഉറപ്പിച്ചു. താൻ ഇന്നുവരെ അനുഭവിച്ച ദുരിതങ്ങളുടെ യഥാർത്ഥ കാരണം ഇതുതന്നെ ആയിരിക്കുമെന്ന് അയാൾ കരുതി. മന്ദാകിനിക്ക് മുൻപിൽ നമ്മളിനി ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ 1000 തവണ വെമ്പി. പക്ഷേ മിഴിനീരും ഗദ്ഗതങ്ങളും അവനെ തടഞ്ഞു. തനിക്കെല്ലാം മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവൾ അവനെ കണ്ണിറുക്കിക്കാട്ടി. അന്നത്തെ രാവിൽ ശങ്കരൻ തൻ്റെ തകരപ്പെട്ടി തുറന്നു. അതിൽ നിന്നും അമ്മയുടെ ഫോട്ടോ എടുത്ത കണ്ണീർ വാർത്തു. മന്ദാകിനി എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറി. അച്ഛൻ പോയിക്കഴിഞ്ഞപ്പോഴുള്ള ജ്യേഷ്ഠൻ്റെ പ്രതികരണം വളരെ ഹൃദയഭേദകം തന്നെയായിരുന്നു. ഇറയത്തിരുന്ന ചൂരൽ വടി വീശിയെടുത്ത് ശങ്കരൻ്റെ നേർക്ക പാഞ്ഞെടുത്തു. മന്ദാകിനി മിഴികൾ ഇറുക്കിയടച്ചു.